മഹാസമുദ്രം. രാവണ, നീയാണ് ലോകത്തിലെ ഉന്നതനായ സംഗീതജ്ഞൻ. നിന്റെ ഗാനധാരയിൽ നാം സംപ്രീതനായി ആയതിനാൽ നിനക്ക് നാം ദീർഘായുസ്സും ചന്ദ്രഹാസം എന്ന ഈ ഖഡ്ഗവും പ്രദാനം ചെയ്യുന്നു. മംഗളം ഭവ. വാഗീശ്വരൻ ഒന്നും നിന്നാലും പ്രഭോ, ദൈത്യപ്രഭുവായ രാവണനെ എന്തിനാ സഹായിച്ചത്? മഹാദേവ, അങ്ങനെയുള്ള ഉത്തമ ഭക്തനല്ലേ രാവണൻ? സമ്മതിച്ചു. രാവണൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ തന്നെ. പക്ഷേ കേവലമായ ചാവല്യം അങ്ങയെ ബാധിച്ചിരിക്കുന്നു. അയ്യോ ശങ്കര, നമുക്ക് പിഴച്ചുവോ? രാവണനെ സഹായിക്കാൻ കൈലാസ രഹസ്യം നൽകിയ താങ്കൾ നമുക്ക് മിത്രമോ ശത്രുവോ? മഹാപ്രഭു, അവിവേകം അവിവേകം അവിവേകം. അതെ, വിവേകമില്ലാത്ത വിധി ഇവിടെ അങ്ങയെ അവിവേകിയാക്കി. ഈ സ്വാർത്ഥതയ്ക്ക് എന്ത് ശിക്ഷയാണ് നാം കൽപ്പിക്കുക? അത് താങ്കൾക്ക് തന്നെ നിശ്ചയിക്കാം. ദേവദേവ, എത്രയൊക്കെ ന്യായവാദങ്ങൾ ഉന്നയിച്ചാലും സ്വാർത്ഥതയുടെ ഒരു കണിക എന്നിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇനി ഈ രാവും പകലും സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ പോലും ആ സ്വാർത്ഥതയുടെ പാപഭാരത്തെ പ്രപഞ്ച സാക്ഷികൾക്ക് മുന്നിൽ മറയ്ക്കാനാവില്ല. ആവില്ല നമ്പുരാനെ. ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഇനി പ്രായച്ചിത്തം മാത്രം. പ്രായച്ചിത്തമോ? അതെ, ചെയ്തു പോയ അവിവേകത്തിന് അടിയന് പ്രായച്ചിത്തം ചെയ്യണം. അതിനായി അങ്ങയുടെ അവതാരങ്ങൾ പാടി അങ്ങയെ സ്തുതിക്കാൻ അടിയന് വീണ്ടും ഒരു ജന്മം കൂടി നൽകിയാലും പ്രഭോ. കൈലാസവാസിയായ ഈ യോഗിക്ക് ഒരു നരജന്മം, ഈ പാപക്കര കളയാൻ നാഗരേ ശങ്കര, ഒരു നരജന്മം. തഥാസ്തു.